നമസ്കാരം. ആരൂർ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വട്ടക്കേരിൽ ഉത്സവം. ഗരുഡവാഹന ഘോഷയാത്രകൾക്കും ആയിരക്കണക്കിന് ആളുകൾക്കും റോഡിന്റെ ഇരുവശങ്ങളിലും നിറയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. വിശദമായ വാർത്തകൾ. അരൂർ വട്ടക്കേരിൽ ഇന്ന് ഗരുഡ തൂക്കം. ദേശീയപാതയിൽ വിസ്മയ കാഴ്ചയൊരുക്കി 24 ഗരുഡ വാഹനങ്ങൾ. അരൂർ പാരമ്പര്യ ആരാധനാവിധികളാൽ പ്രസിദ്ധമായ അരൂർ വട്ടക്കേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിസ്മയകരമായ ഗരുഡ വാഹന എഴുന്നള്ളിപ്പുകൾ ഇന്ന് രാത്രി നടക്കും. 24ഓളം ഗരുഡ വാഹനങ്ങൾ അണിനിരക്കുന്ന ഈ മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങളാണ് ദേശീയപാതയോരങ്ങളിൽ തടിച്ചുകൂടുന്നത്. ബംഗാളികളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ബംഗാളികളാണ് ഇതിനു വേണ്ടി ഇപ്പോൾ മുന്നിട്ടിരിക്കുന്നത്. നമ്മൾ കേരളീയരിപ്പോൾ എല്ലാവരും പുറകോട്ട് മാറിക്കൊടുത്തുകൊണ്ട് ബംഗാളികൾക്കും മറ്റു തമിഴർക്കുമായിട്ട് ഇത് സംഭാവന ചെയ്യുകയാണ് ഗരുഡത്തടിയുടെ പരിപാടികളൊക്കെ. ഇപ്പം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഗരുഡൻ തൂക്കത്തിനായുള്ള വാഹനങ്ങളുടെ നിർമ്മാണവും അലങ്കാരപ്പണികളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ കാഴ്ച കണ്ണിന് വിരുന്നായി മാറും. ഇന്ന് രാത്രി ദേശീയപാതയിലൂടെ നീങ്ങുന്ന ഗരുഡ വാഹനങ്ങളുടെ നിര അരൂരിനെ ഉത്സവലഹരിയിലാഴ്ത്തും. രുചിയൂറും തടി ഉത്സവത്തിന്റെ സവിശേഷത. ഉത്സവകാലത്തെ പ്രധാന ആകർഷണമായ തടി നിർമ്മാണവും പൂർത്തിയായി. ഗരുഡവാഹനങ്ങൾ അലങ്കരിക്കാനും വഴിപാടായി സമർപ്പിക്കാനും ഉപയോഗിക്കുന്ന ഈ പരമ്പരാഗത പലഹാരം അരിമാവും ശർക്കരയും ചേർത്ത് പാളയിൽ ചുട്ടെടുത്താണ് തയ്യാറാക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പാതയോരങ്ങളിൽ ഈ പ്രത്യേക പലഹാരത്തിന്റെ വിപണനവും സജീവമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ. ദേശീയപാതയിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പോലീസും ക്ഷേത്ര ഭാരവാഹികളും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഹന ഗതാഗതം നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വട്ടക്കേരി ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യകാല രൂപങ്ങൾ ഖണ്ഡേകാരൻ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുന്ന ഗരുഡ രൂപങ്ങളുടെ ആദ്യ രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കണിയാന്മാർ. അവർ പാള ചെത്തിയ അതിൻ്റെ പുറം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കൂട്ടി തുന്നിയിട്ടാണ് ഡിസൈൻ ചെയ്തിരുന്നത്. കോലന്മാരുള്ള രീതിയിലാണ് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീടാണ് അത് ഓരോ മാറി ആർട്ട് ബോർഡിലും ഇതൊക്കെ ചെയ്ത് രൂപങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നതും കൈനിവർത്തി നയിക്കുന്നതും പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുമൊക്കെ ആക്കി ആ രൂപങ്ങൾ തന്നെ മാറി വീണ്ടും കഥകളി രൂപത്തിലേക്ക് വന്നു. ഗരുഡൻ്റെ രൂപത്തിൽ തന്നെ വരാൻ തുടങ്ങി. കൃഷ്ണക്കണിയാരെന്നും പറഞ്ഞ് ഒരു പുള്ളിയായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന മുഴുവനും ായിരുന്നു ഏറ്റവും ആദ്യകാലത്തുണ്ടായിരുന്നാലും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ആൾക്കാരും ഇങ്ങനെ മാറി ചെയ്തിട്ടുണ്ട്.